Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ. റേഷൻ കടകളിൽ ആവശ്യ ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. എടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടേക്കര പൊതുവിതരണ കേന്ദ്രത്തിന് മുന്നിൽ ധർണ നടത്തി. KPCC ആഹ്വാനപ്രകാരം എടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് വി ഹൈദ്രു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി മെഹബൂബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി ബി സുനിൽ ബാബു, ഏറനാട് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇർഷാദ് ആര്യൻ തുടക, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീറ സമദ്, ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽ കുമാർ, KM റഹ്മാൻ, നിഷാദ് മുക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഈ റേഷൻ കാർഡുകളുടെ പ്രവർത്തനം കേരളത്തിൽ 1964 ആരംഭിച്ചെങ്കിലും കേരളത്തിൽ മൊത്തം ഒരു നെറ്റ്വർക്കായി റേഷൻ കടകൾ വിപുലീകരിച്ച് എല്ലാ സ്ഥലങ്ങളിലും റേഷൻ കടകൾ വന്നിട്ടുള്ളത് 1970-കളിലാണ്. 1970-കളിൽ കേരളത്തിൽ മൊത്തം ഈ റേഷൻ കടകൾ വ്യാപിപ്പിച്ചപ്പോ അന്നത്തെ സർക്കാരിന്റെ മുൻപിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷയാണ്. നമുക്കൊക്കെ അറിയാം, കേരളത്തിലെ സാധാരണക്കാരൻ അന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അധികവും ഈ റേഷൻ കടകളെ ആശ്രയിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള പാവങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, ഭക്ഷ്യ ലഭ്യത ഉറപ്പുവരുത്തുക, ഇതായിരുന്നു അതിന്റെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, റേഷൻ കടകളിൽ സുലഭമായി അരിയും പച്ചരിയും ഗോതമ്പും അതുപോലെ മറ്റു ധാന്യവർഗ്ഗങ്ങളും മണ്ണെണ്ണയും പഞ്ചസാരയും ലഭിക്കുന്ന ഒരു സമയത്ത് പൊതുമാർക്കറ്റിൽ കച്ചവടക്കാർക്ക് വില അധികം കൂട്ടി വിൽക്കാൻ കഴിയില്ല. എന്നാൽ റേഷൻ കടകളിൽ ഇതിന്റെ ലഭ്യത കുറയുന്ന സമയത്ത് പൊതുമാർക്കറ്റുകളിൽ കുത്തക കച്ചവടക്കാർ അവർക്ക് തോന്നിയ രീതിയിൽ വില വർദ്ധിപ്പിച്ച് വിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ ചുരുങ്ങിയ വിലക്ക് സാധാരണക്കാരന് റേഷൻ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുക എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു ലക്ഷ്യം. ഈ +2 പരീക്ഷകളും SSLC പരീക്ഷകളും ഒക്കെ കുട്ടികളുടെ കയ്യിൽ നിന്നും ഈ പരീക്ഷാ ഫീസ് നേരത്തെ വാങ്ങി ഗവൺമെന്റിന്റെ അക്കൗണ്ടുകളിലേക്ക് സ്കൂൾ അധികൃതർ അടച്ചിട്ട് പോലും ഈ വരാൻ പോകുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരീക്ഷ നടത്താൻ പോലും പണമില്ലാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ. അതുപോലെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ, നിർമ്മാണ തൊഴിലാളികൾക്ക് വർഷങ്ങളായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ പെൻഷൻകാരും ഒക്കെ ഉള്ള ഒരു വിഭാഗത്തിന് കൊല്ലങ്ങളായിട്ടുള്ള അവർക്ക് കിട്ടാനുള്ള കുടിശ്ശികകളൊന്നും ഈ സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ പണമില്ലാതെ നിൽക്കുന്ന ഈ ഒരു സർക്കാരിന്റെ വാക്കുകൾ തൽക്കാലം കേട്ടുകൊണ്ടാണ് വ്യാപാരികൾ ഇന്നലെ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എന്ത് തീരുമാനമെടുത്താലും സാധാരണക്കാരന് ലഭിക്കേണ്ട അരിയും ഭക്ഷ്യവസ്തുക്കളും യഥാസമയം ഈ റേഷനിൽ നിന്ന് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട അജണ്ട. അത് ഈ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ സർക്കാരിനെ കൊണ്ട് കണ്ണുതുറപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ധർണാ സമരങ്ങൾ എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇന്ന് രാവിലെ 10 മണിക്ക് ഇത്തരം പ്രതിഷേധ ധർണ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ച പോലെ സാധാരണക്കാരായ ആളുകളുടെ ഒരു ആശാ കേന്ദ്രം തന്നെയാണ് നമ്മുടെ നാടുകളിലുള്ള റേഷൻ കടകൾ. ഈ റേഷൻ കടകളിൽ ഇന്ന് റേഷൻ കാർഡ് പോയി കൊണ്ടു ചെന്നാൽ ഉപകാരപ്രദമായ ഒരു സാധനവും റേഷൻ കടന്ന് കിട്ടാത്തൊരവസ്ഥയാണ്. ഒരു തവണ പോയ അടുത്ത ആഴ്ച വരും എന്നുള്ള മറുപടി റേഷൻ കടകളിൽ നിന്ന് കിട്ടും. വീണ്ടും ആളുകള് നിരന്തരം റേഷൻ കടകളിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിന് ഇതിലൊന്നും ഒരു നടപടി എടുക്കാനോ അതുപോലെ തന്നെ ഇത് എങ്ങനെ പരിഹരിക്കണം എന്നോ ഒരു പ്രവർത്തനവും അതിന് മുന്നിട്ട് ഇറങ്ങി ചെയ്യുന്ന രീതിയല്ല നിങ്ങൾ കാണുന്നത്. Zara Gold Diamonds and Platinum CPA Complex CPA Junction Edavanna Sigma Electronics Gallery Edavanna Para Arikod Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ.